ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ റംസാനൊക്കെ കഴിഞ്ഞു, പെരുന്നാളൊക്കെ ആഘോഷിച്ചു, എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. അതിൻ്റെ കൂടെ തന്നെ സ്കൂളുകളൊക്കെ അടച്ചു അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബിസിയുള്ളത് വേറെ ഉണ്ടാവും. റംസാനിന് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇട്ട വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റംസാനായ കാരണം കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാനോ ഒന്നും സാധിക്കണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ കറക്റ്റായിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, വ്യൂസൊക്കെ പറ്റ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ശേഷം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കാണിക്കണുള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, റംസാനായ കാരണം പ്ലാന്റ്സ് ഒന്നും അധികം ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക എന്നൊക്കെയാണെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ അകത്തുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് കയറ്റി വെക്കാനും കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഓസിട്ടിട്ടാട്ടോ നനക്കണത്. ഇവിടെ പിന്നെ ഓസിട്ടിട്ട് നനച്ചാലും നല്ലോണം ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൊടികളൊക്കെ ഒന്ന് പോയി കിട്ടും ചെയ്യും. വെള്ളം മാറ്റിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് നനക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡബിൾ ലെയർ ഉണ്ടല്ലോ ചട്ടീൻ്റെ ഒക്കെ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എത്ര വെള്ളം അടിച്ചാലും കുഴപ്പമില്ല, വെള്ളം നിന്ന് ചീഞ്ഞ് പോകുന്നുള്ളൊരു പേടിയില്ല കേട്ടോ. മറ്റേത് ഞാൻ അധികമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തൊന്നും നനക്കാത്തത്, ആ പോട്ടിൽ വെള്ളം നിൽക്കുമല്ലോ, നിൽക്കുന്നത് കഴിയുമ്പോൾ പ്ലാന്റ്സൊക്കെ വേരൊക്കെ ചീഞ്ഞ് പോകുമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇത് ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇവിടെ ഓപ്പൺ സ്പേസ് ആണല്ലോ, ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഓപ്പൺ സ്പേസ് ആയ കാരണം നല്ല പൊടി വന്നിട്ട് ലീഫിലൊക്കെ നിൽക്കും കേട്ടോ. ഇങ്ങനെ നനച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ചെടികളുടെ ഒക്കെ ഒരു ഉന്മേഷം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അവർക്ക് ഈ ലീഫിലൊക്കെ ഉള്ള പൊടികളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടോ നനക്കാറുള്ളത്. ഇനിയിപ്പോൾ ഈ ഓസിൻ്റെ എൻ്റെക്കൊരു ഗണ്ണ് വാങ്ങണം, എന്നാൽ പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് വെള്ളം വേസ്റ്റ് ആവും ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിക്കണം. ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ആദ്യം നനച്ച കോർണർക്ക് ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള 3 ലെയറാന്ന് തോന്നുന്നുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആമസോണിൽ. അത് വരട്ടെ, അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ സ്റ്റാൻഡിലാവുമ്പോൾ ഒന്നും കൂടി മെയിൻ്റെനൻസ് എളുപ്പമാവുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കൂടി ഡെവലപ്പാക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഒരു കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒരുപാട് വീഡിയോ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. മേക്ക് ഈ വോളിലൊക്കെ വോൾ സ്റ്റിക്കർ ചെയ്യുന്നതും ഒക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഞാൻ തന്നെ മാറ്റങ്ങൾ വരുത്തി എനിക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നല്ല പ്ലാന്റ്സ് ഒന്ന് വെള്ളമടിച്ച് പൊടിയൊക്കെ കളഞ്ഞ് ഒന്ന് ഫ്രഷാക്കി വെക്കാൻ കേട്ടോ അന്നത്തെ ജോലി. പിന്നെ അകത്ത് ഞാൻ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഹാങ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണി പ്ലാന്റ്. അതൊക്കെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്യൂല, എൻ്റെ മോളൊരു പറയലാണ്, മോൾക്ക് എപ്പോഴും പറച്ചിലാണ്, കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിക്കൊക്കെ വേദന ആവില്ല. അപ്പോൾ കട്ട് ചെയ്യാൻ എനിക്ക് തോന്നൂല കേട്ടോ. അപ്പം അങ്ങനെ അതന്നെ ആ ഒരു നീണ്ടു വന്നിട്ടുള്ള സ്ട്രിങ് ഉണ്ടല്ലോ, അതങ്ങ് കയറ്റിയിട്ട് പ്ലാന്റിൻ്റെ പോട്ടിൽ തന്നെ അങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുക ചെയ്യാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമടിച്ചിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് നല്ല വെയിലും ചൂടും കാറ്റും ഒക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും മാറ്റൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടൊന്ന് നനച്ചെടുക്കണത്. ഇവിടെ ടൈലിടാതെ ഈ മാറ്റിട്ട കാരണം എനിക്കിതിനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പ്ലാന്റ് വെച്ചാലും നമുക്ക് മനസ്സറിഞ്ഞ് നനക്കാനൊക്കെ പറ്റും. മറ്റേത് ടൈലാകുമ്പോൾ അതൊന്നും പറ്റൂലല്ലോ, സ്ലിപ്പാവും, അത് തുടക്കേണ്ടി വരും. ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഗ്രാസിൻ്റെ മാറ്റായതുകൊണ്ട് നല്ല സുഖമാണ്. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടാവും, ഞാനവിടെ ഒരു ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ റംസാനിൽ ഇവിടെ വരുത്തിയിട്ടുണ്ട്. റംസാൻ സമയമാകുമ്പോൾ നമ്മൾ വൈകുന്നേരമാണല്ലോ കൂടുതലും കുക്ക് ചെയ്യുക. അപ്പോൾ ദോശ, വെള്ളപ്പം ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ കഴിക്കണ സമയത്ത് തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അകത്ത് നിന്ന് ആ സമയത്ത് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വൈകുന്നേരം നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷമായാലൊക്കെ ഇവിടെ നല്ല കാറ്റും തണുപ്പുമായിരിക്കും കേട്ടോ. പക്ഷെ അകത്ത് ഭയങ്കര ചൂടായിരിക്കും. വൈകുന്നേരത്തെ വെയിൽ ആ ചുമരക്കൊണ്ട് അടിച്ചിട്ട് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്യാസ് അടുപ്പ് സെറ്റാക്കിയിട്ടാണ്. നിങ്ങൾ മുന്നേ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഇവിടെ ആയിരുന്നു ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ എങ്ങനെ നോക്കിയാലും നല്ല കിഴക്ക് പടിഞ്ഞാറുള്ള കാറ്റ് ഇവിടെ വീശുമ്പോൾ എങ്ങനെ നോക്കിയാലും വെള്ളമാവും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വാഷിംഗ് മെഷീൻ അതുകൊണ്ട് കംപ്ലൈൻറ്റ് വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടോ.
ഇത് പ്ലാന്റ്സൊക്കെ നല്ല ഉഷാറായിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡിസ്റ്റീരിയ ഉണ്ട്. അതിപ്പോൾ ഗ്രില്ലിലൊക്കെ ഇങ്ങനെ കയറി പടർന്ന് വരുന്നുണ്ട്. ഇത് ഡിസ്റ്റീരിയൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ്, വാട്ടർമെലൻ ഡിസ്റ്റീരിയ എന്ന് പറയും കേട്ടോ. അതേപോലെ ഈ മണി പ്ലാന്റ് ഞാനിവിടെ കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേണൊക്കെ നല്ല ഹാപ്പി ആയിട്ട് വെള്ളമൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഒന്നുകിൽ റീപോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളും ഉണ്ടാവും കൂടെ. മണി പ്ലാന്റിന് ഈ എൻജോയ് പോത്തോസിന് എന്തോ ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതിൽ ഒരു സ്ട്രിങ് ഉണങ്ങാനുള്ള പരിപാടിയാണോ സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്യാസ് അടുപ്പ്. ഞാൻ 2 ബർണറിൻ്റെ കുഞ്ഞടുപ്പാണ്. കുഞ്ഞടുപ്പാണ് കണ്ടപ്പോൾ ഞാൻ മടക്കി വയ്ക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ല ഹീറ്റ് ഉണ്ട്. ബ്രാസിൻ്റെ ബർണറൊന്നുമല്ല. ഇപ്പോൾ ദോശ ഉണ്ടാക്കുക, വെള്ളപ്പം ഉണ്ടാക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഇവിടെ ചെയ്യും കേട്ടോ. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. എന്നേരം നല്ല സുഖമാണ്. നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ലൊരു വൈബുമാണ്, നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ പുറത്തേക്കൊക്കെ നോക്കി ആസ്വദിച്ച് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യുക. എന്താ ചൂടൊന്നുമില്ല താനും. ഇത് നമ്മളെ പുറത്തടുക്കളേക്കാണ് വാഷിംഗ് മെഷീൻ മാറ്റിയത് കേട്ടോ. അവിടെ പോർട്ടബിൾ ആയിട്ടുള്ളൊരു ബേസിൻ സെറ്റ് ചെയ്തിരുന്നു ആ ടേബിൾ. ഇനി ആ ടേബിൾ പെയിൻ്റ് അടിച്ചൊക്കെ നന്നാക്കണം. അപ്പോൾ ബേസിനും എടുത്തിട്ട് അതിപ്പോൾ ടൈലിട്ടിട്ട് അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടാ. ഇനിയിപ്പോൾ അടുത്ത ജോലി ഇതാ ഈ മണി പ്ലാന്റൊക്കെ നമ്മളിങ്ങനെ തൊടാൻ കിട്ടുന്ന ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് മേലോട്ട് കയറ്റി അതിൻ്റെ പോട്ടിലേക്ക് പതുക്കെ ചുറ്റി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വേരിറങ്ങിയിട്ട് പുതിയ നോട്ട്സൊക്കെ വന്നോളൂ. അപ്പോൾ അത് ചെയ്യട്ടെ. പിന്നെ നനക്കും വേണം. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ നനക്കുള്ളൂ. അതൊരു സെൽഫ് വാട്ടറിങ് പോട്ട് പോലെ അടിയിൽ ഇൻബിൽഡായിട്ട് വന്നിട്ടുള്ളൊരു ട്രേ ഉള്ളൊരു പോട്ടാണ്. അപ്പോൾ അധികം എപ്പോഴെപ്പോഴും നനക്കേണ്ട ആവശ്യമില്ല. നനവില്ലെങ്കിൽ മാത്രം നനച്ചാൽ മതി. ഒന്നാമത് നമ്മുടെ മണി പ്ലാന്റിന് ചളിപിളിയായിട്ടുള്ള മണ്ണല്ലാതിരിക്കാൻ സൂക്ഷിച്ചാൽ നമ്മൾ ഒരു കുറച്ച് എന്താ പറയുക ലൂസ് സോയിലുണ്ടല്ലോ, കുറച്ച് ചരലും അല്ലെങ്കിൽ മണലും ഒക്കെ ചേർന്ന സോയിലാവുമ്പോൾ അത് നനവുണ്ടായി ഇരുന്നാൽ മതി. വല്ലാണ്ട് വെള്ളത്തിൽ കളിച്ച് നിൽക്കണ്ട. നമ്മൾ വെള്ളത്തിൽ ഇട്ട് വളർത്തുന്ന പ്ലാന്റ് ആണെങ്കിലും ചളിപിളിയായി നിൽക്കുമ്പോൾ അതിൻ്റെ വേരിന് ചീയൽ വരും കേട്ടോ. അപ്പോൾ ഇത് നല്ല ചരലും ഒക്കെ കൂടെ ഉള്ള മണ്ണാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നനച്ചു കൊടുക്കുക. പിന്നെ ഫെർട്ടിലൈസിങ് ചെയ്യുക 18-18 ഇലകളിലൊക്കെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. താഴെ റൂട്ടിലേക്ക് കുറച്ച് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ അതും മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെയാണ് ചെയ്യുള്ളൂ മാസത്തിൽ. പിന്നെ ഇതേപോലെ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് മേപ്പോട്ട് വലിച്ച് കയറ്റി എടുത്തിട്ട് വെള്ളം അടിച്ചിട്ട് അത് 1-2 മാസമൊക്കെ കൂടുമ്പോഴേ ചെയ്യുള്ളൂ. പൊടി ഉണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഓപ്പൺ ഡ്രസ്സൊക്കെ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് നല്ലോണം വെള്ളം അടിച്ച് വിട്ടതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം കടാനെ വെക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ എപ്പോഴെങ്കിലുള്ള മെയിൻ്റെനൻസ് ആണ് കേട്ടോ. മാസത്തിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് നനക്കുക. ഫെർട്ടിലൈസിങ് കൊടുക്കലും വാഷ് ചെയ്യലൊക്കെ മാസത്തിൽ ഒരു ദിവസമാണ്. അത് എപ്പോഴും ഒന്നും മെയിൻ്റെനൻസ് ഒന്നുമില്ല കേട്ടോ. ഒരു ഇല പോലും കരിഞ്ഞ് വീഴും ചെയ്യൂല. കരിഞ്ഞിട്ടോ പഴുത്തിട്ടൊന്നും വീഴൂല കേട്ടോ. ഇപ്പോൾ ഇതിനൊക്കെ ഒന്ന് നനക്കട്ടെ. ഒരാഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ നോമ്പായ കാരണം അത് നമുക്കൊന്നും വല്ലാണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആണ് അങ്ങനെ നീളത്തിൽ പോയത് കേട്ടോ. ഇപ്പോൾ ഒരു മാസം ആകുമ്പോഴേക്കിന് പഴയ സൈസിൽ താഴേക്ക് വളർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും മേലോട്ടൊന്നും കയറ്റി വെക്കും കേട്ടോ. ഇങ്ങനെ കൂടുതൽ പച്ച കാണുന്നോണ്ടാ തോന്നുന്നുണ്ട് എപ്പോഴും പക്ഷികളൊക്കെ അകത്തേക്ക് വരും. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ എന്താ നല്ലതല്ലേ അകത്ത് പ്ലാന്റൊക്കെ വെച്ചാൽ. നല്ല ഓക്സിജനൊക്കെ ഉണ്ടാവും. നല്ലൊരു എന്താ പറയുക മനസ്സിനൊരു തൃപ്തിയും കണ്ണിനൊരു കുളിർമയൊക്കെയാണ്. പലർക്കും പല താല്പര്യങ്ങളായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ പ്ലാന്റ്സൊക്കെ നനച്ചു. ഇനിയിപ്പോൾ ലാൻഡിങ്ങിലുള്ള പ്ലാന്റ്സ് ഒന്ന് നനക്കണം. ആ ഫേൺസൊക്കെ ഞാൻ ഗ്രില്ലിൽ കൊളുത്തി വെക്കണം കേട്ടോ. അപ്പോൾ നനക്കാൻ വേണ്ടിയിട്ട് ഞാനിട്ട് എടുത്ത് വെക്കും. എന്ന് വെച്ചാൽ കൊളുത്തി വെക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ താഴെ വരെ വെള്ളം ഇറങ്ങൂല. മേലെ ഇങ്ങോട്ട് സ്പ്രെഡായിട്ട് ഇങ്ങോട്ട് ഒഴുകും പുറത്തേക്ക്. അപ്പോൾ താഴെ ഇറക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ അതിലുള്ള മണ്ണ് ഫുള്ള് അങ്ങോട്ട് വെറ്റായി കിട്ടും താഴേക്ക് ഇറങ്ങിയിട്ട്. പിന്നെ എടുത്ത് കൊളുത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുക. ഇതൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ കൂടുതലും ചകിരിച്ചോറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ചകിരിച്ചോറ് ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ മണ്ണ് ഫില്ല് ചെയ്യലും അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അവിടെയും ഇവിടെയും വെക്കണോണ്ട് നമുക്ക് കുറച്ച് പ്ലാന്റ് ഉള്ളൂ എന്നൊക്കെ തോന്നും. മെയിൻ്റെനൻസും മണ്ണ് ഫില്ല് ചെയ്യലും പുറത്തേക്ക് ഇറക്കലും ഫെർട്ടിലൈസ് ചെയ്യലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ചെടികൾ അകത്തുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അത് അതാ ഞാൻ കയറ്റി വെച്ച് ഈ ഒരു ഹൈറ്റിൽ നിർത്തിയിട്ടോ. ഇനിയിപ്പോൾ ഒരു മാസമാകുമ്പോക്കിന് പഴയ പോലെ തന്നെ താഴോട്ട് ഇറങ്ങും. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ ഈ വ്ളോഗ്
ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മടിയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.